പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. പുതിയ നികുതി നിർദ്ദേശങ്ങളില്ലാതെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലൂന്നി ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ പുതുക്കിയ ബജറ്റ്. കോവിഡ് വ്യാപനം നേരിടാൻ 20,000 കോടിയുടെ പ്രത്യേക പാക്കേജ്. സൗജന്യ വാക്സിൻ വിതരണത്തിന് 1,500 കോടി, വാക്സിൻ ഗവേഷണത്തിന് 10 കോടി, ആരോഗ്യ അടിയന്തരാവസ്ഥ നേരിടാൻ 2,800 കോടി, 150 മെട്രിക് ടൺ ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിക്കും. മൂന്നാം തരംഗം നേരിടാൻ പീഡിയാട്രിക് ICU വാർഡുകൾക്കായി 25 കോടി. എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും 10 ബെഡുള്ള ഐസൊലേഷൻ വാർഡുകൾ. കേന്ദ്രത്തിന്റെ വാക്സിൻ നയത്തിനും GST കുടിശ്ശിക വിതരണത്തിലെ കാലതാമസത്തിനും വിമർശനം. രണ്ടാം തരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വരുന്ന ആരോഗ്യ സാമൂഹ്യ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടാൻ 20,000 കോടി രൂപയുടെ രണ്ടാം കോവിഡ് പാക്കേജ് പ്രഖ്യാപിക്കുകയാണ്. ഈ പാക്കേജിലൂടെ ആരോഗ്യ അടിയന്തരാവസ്ഥ നേരിടുന്നതിനായി 2,800 കോടി രൂപയും ഉപജീവന പ്രതിസന്ധിയിലായവർക്ക് നേരിട്ട് പണം കയ്യിലെത്തിക്കുന്നതിനായി 8,900 കോടി രൂപയും സാമ്പത്തിക പുനരുജ്ജീവനത്തിനായി വിവിധ ലോണുകൾ, പലിശ സബ്സിഡി എന്നിവയ്ക്കായി 8,300 കോടിയും ലഭ്യമാക്കും. തീരദേശത്തിന് 11,000 കോടിയുടെ പാക്കേജ്. കടലാക്രമണത്തിന് ശാസ്ത്രീയ പരിഹാരം കണ്ടെത്തും. 5 വർഷം കൊണ്ട് 5,300 കോടിയുടെ പദ്ധതി. ആദ്യഘട്ടം 1,500 കോടി കിഫ്ബിയിൽ നിന്ന്. ബണ്ട് സംരക്ഷണത്തിന് 50 കോടി അനുവദിച്ചു. നദികളും ജലാശയങ്ങളും സംരക്ഷിക്കാനും പദ്ധതി. ഡാമുകളിലെ മണൽ നീക്കാനും നടപടി. മത്സ്യ സംസ്കരണത്തിന് 5 കോടി. സർ, കേരളത്തിന്റെ തീരത്തുള്ള ദുർബല പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും ഇതിനകം വ്യത്യസ്തമായ അളവുകളിൽ കടൽ ഭിത്തികൾ കൊണ്ടോ മറ്റു മാർഗങ്ങളിലൂടെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പലയിടത്തും അവ കേടായ അല്ലെങ്കിൽ ദുർബലമായ അവസ്ഥയിലാണ്. ഇവ പുനർനിർമ്മിക്കേണ്ടതുണ്ട്. 40 മുതൽ 75 കിലോമീറ്റർ വരെ തീരത്തുള്ള ഏറ്റവും ദുർബലമായ മിക്ക പ്രദേശങ്ങളിലും ട്രൈപോഡുകളും ഡയഫ്രം മതിലുകളും സംയോജിപ്പിച്ച് സംരക്ഷണത്തിനായി ഏറ്റെടുക്കും. ഏറ്റവും ദുർബലമായ പ്രദേശങ്ങൾ ആദ്യം അടിയന്തരമായി സംരക്ഷിക്കപ്പെടുമ്പോൾ തീരപ്രദേശത്തിൻ്റെ ഘടനയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സാങ്കേതിക മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് ബാത്തിമെട്രിക് ഹൈഡ്രോഗ്രാഫിക് പഠനങ്ങൾ നടത്തും. സർ, കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി, IIT ചെന്നൈ, IIT പാലക്കാട്, എഞ്ചിനീയറിംഗ് കോളേജുകൾ, മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയുടെ വൈദഗ്ധ്യം തീരദേശ സംരക്ഷണത്തിന് ഏറ്റവും അനുയോജ്യമായ തന്ത്രം ആവിഷ്കരിക്കുന്നതിന് ഉപയോഗിക്കും. കൃഷിഭവനുകളെ സ്മാർട്ടാക്കാൻ പദ്ധതി. കർഷകർക്ക് കേരള ബാങ്ക് വഴി 5 ലക്ഷം വരെ കുറഞ്ഞ പലിശയ്ക്ക് വായ്പ. കാർഷിക സഹകരണ സംഘങ്ങൾക്ക് 2,000 കോടിയുടെ വായ്പ. 5 അഗ്രോ പാർക്കുകൾ. റബ്ബർ സബ്സിഡി കുടിശ്ശികയ്ക്ക് 50 കോടി. ക്ഷീരമേഖലയ്ക്കും പ്രത്യേക പദ്ധതി. കുടുംബശ്രീക്ക് 1,000 കോടിയുടെ വായ്പാ പദ്ധതി. കൂടുതൽ മൊബൈൽ മാവേലി സ്റ്റോറുകൾ നടപ്പാക്കും. പ്ലാന്റേഷൻ മേഖലയുടെ വികസനവും ഭരണപരമായ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതിന് പ്രത്യേക പരിഗണന ആവശ്യമാണ്. അതിനായി പ്ലാന്റേഷൻസ് ഡയറക്ടറേറ്റ് ശക്തിപ്പെടുത്താൻ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ്. പ്രാഥമികമായി ഇതിനായി 2 കോടി രൂപ അനുവദിക്കുന്നു. ബജറ്റിലെ ഉത്തേജക പാക്കേജുകൾ ജനങ്ങളെ കബളിപ്പിക്കാനാണെന്ന് പ്രതിപക്ഷം. 20,000 കോടിയുടെ പ്രഖ്യാപനം ബജറ്റ് എസ്റ്റിമേറ്റിൽ നിന്ന് VD സതീശൻ. ബജറ്റിൽ രാഷ്ട്രീയം കുത്തിനിറച്ചെന്നും പുത്തരിക്കണ്ടം മൈതാനത്ത് പ്രസംഗിക്കേണ്ടത് ബജറ്റിൽ അവതരിപ്പിച്ചെന്നും വിമർശനം. 37,000 കോടി രൂപയുടെ റവന്യൂ കമ്മി ബജറ്റിൽ മറച്ചുവെച്ചെന്നും കണക്കുകളിൽ അവ്യക്തതയെന്നും ആരോപണം. ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത് ഉപജീവന മാർഗം പ്രതിസന്ധിയിലായിരിക്കുന്നവരുടെ കയ്യിലേക്ക് നേരിട്ട് പണം എത്തിക്കുന്നതിന് വേണ്ടി 8,900 കോടി കൊടുക്കും എന്ന് ബജറ്റിൽ എഴുതി വെച്ചിട്ട് ബജറ്റ് കഴിഞ്ഞുള്ള പത്രസമ്മേളനത്തിൽ അത് നിലവിലുള്ള പെൻഷൻ കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അതിനെ കാപഢ്യം എന്നല്ലാതെ വേറെ എന്ത് പേരിട്ട് വിളിക്കും എന്ന് ഞങ്ങൾ വിനയപൂർവ്വം ചോദിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പെൻഷൻ്റെ കുടിശ്ശിക കൊടുക്കാൻ, കരാറുകാർക്ക് കുടിശ്ശിക കൊടുക്കാൻ ഉപയോഗിക്കുന്ന പണത്തിന് ഈ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ ഉത്തേജക പാക്കേജ് എന്ന് പറഞ്ഞ് പേരിട്ടിരിക്കുന്നത്? കബളിപ്പിക്കുകയല്ലേ ശരിക്കും? രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ജനങ്ങളെ പറ്റിക്കാനുള്ള കൺകെട്ട് മാത്രമാണെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. 20,000 കോടിയുടെ കോവിഡ് പാക്കേജും 11,000 കോടിയുടെ തീരദേശ പാക്കേജും വെറും പ്രഖ്യാപനങ്ങൾ മാത്രമാണെന്നും കേന്ദ്രമന്ത്രി കുറ്റപ്പെടുത്തി. കേരള വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നതിന്റെ ആത്മവിശ്വാസമാണ് ബജറ്റെന്ന് മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്. ഈ കോവിഡ് കാലഘട്ടത്തിലും കേരളത്തിന്റെ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതിന് ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ് നിയമസഭയിൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന 2021-22 പുതുക്കിയ. നമ്മുടെ സംസ്ഥാനത്തിന്റെ നികുതിയേതര വരുമാനം ഇത് രണ്ടിലും കുറവ് വരാൻ കഴിയും. അസലായിട്ട് നമ്മുടെ വരുമാനം
2600 കോടി രൂപയുടെ വർധനയുണ്ടാകും. ബജറ്റ് പ്രഖ്യാപനങ്ങൾ നിരാശാജനകമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. പുതിയ ധനമന്ത്രിയിൽ കൂടുതൽ പ്രതീക്ഷയുണ്ടായിരുന്നു. ഭാവിയിൽ നികുതി കൂട്ടുമെന്ന സൂചന ബജറ്റിലുണ്ട്. GSTയുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ല. ചെറുപ്പക്കാരെ വ്യാപാര മേഖലയിലേക്ക് ആകർഷിക്കാൻ പദ്ധതികളില്ലെന്നും ടി നസറുദ്ദീൻ. ഇന്ന് ശ്രീമാൻ ബാലഗോപാൽ പുതിയ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെ മന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് വ്യാപാരികളെ സംബന്ധിച്ചോളം ചെറുകിട വ്യവസായികളെ സംബന്ധിച്ചോളം തീർത്തും നിരാശാജനകമാണ്. ഈ പുതിയ ധനകാര്യമന്ത്രി പഴയ ധനകാര്യമന്ത്രിയിൽ നിന്ന് മാറി പുതിയ ധനകാര്യമന്ത്രിയായപ്പോൾ ന്യായമായും എന്തെങ്കിലും ചെറുപ്പക്കാർക്ക് അനുകൂലമായി ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് വെച്ചാൽ ഉണ്ടായില്ല. ബഡ്ജറ്റിൻ്റെ മറുപടി പ്രസംഗമുണ്ട്. ആ മറുപടി പ്രസംഗത്തിൽ ഞങ്ങളുടെ കാര്യങ്ങൾ പരിഗണിക്കണം എന്ന് ശക്തമായി ആവശ്യപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ വിശ്വാസമില്ലെന്ന് ചെല്ലാനം നിവാസികൾ. പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കും വരെ സമരങ്ങളുമായി മുന്നോട്ടു പോകും. തീരദേശവാസികൾക്ക് പുനരധിവാസമല്ല തീരസംരക്ഷണമാണ് വേണ്ടതെന്നും ചെല്ലാനം നിവാസികൾ. ബഡ്ജറ്റും പ്രഖ്യാപനങ്ങളും കൊണ്ട് കോൾമേർ കൊള്ളുന്ന അവസ്ഥയൊക്കെ ചെല്ലാനത്തുകാരുടേത് മാറി. ഞങ്ങൾക്ക് പ്രഖ്യാപനങ്ങളല്ല പ്രവൃത്തിയാണ് വേണ്ടത്. ഞങ്ങൾക്ക് ഈ പുലിമുട്ടും ശിവളം പണിഞ്ഞ് തന്നാൽ മതി. അപ്പോൾ കർഷകത്തിന് ശാശ്വത പരിഹാരമാകും. അത് ചെയ്ത് തന്നാൽ മതി ഞങ്ങൾക്ക് ഇവർ. അല്ലാണ്ട് ഇവർ വാഗ്ദാനം ചെയ്ത് വെച്ചിങ്ങനെ വിട്ടേച്ചും പോകരുത്. ടൂറിസം മേഖലയ്ക്കായുള്ള പ്രഖ്യാപനങ്ങൾ സ്വാഗതാർഹമെന്ന് സംരംഭകർ. എന്നാൽ പുനരുദ്ധാരണ പാക്കേജ് അപര്യാപ്തമാണ്. നഷ്ടം പരിഹരിക്കുന്നതിനുള്ള വിപുലമായ പദ്ധതികൾ അനിവാര്യമാണെന്നും സംരംഭകർ. ടൂറിസത്തിനെ നല്ല രീതിയിൽ ബഡ്ജറ്റിൽ പറഞ്ഞു. മിനിസ്റ്റർ നല്ല രീതിയിൽ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ടൂറിസത്തിനെ ഒരു പ്രയോറിറ്റി സെക്ടറായി കാണുന്നുണ്ട്. അതിനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപാട് തൊഴിൽ നഷ്ടം സംഭവിച്ചൊരു മേഖലയാണ് ടൂറിസം. അതിനകത്ത് ഇതുപോലെ ഉള്ള ഇത് ചെറിയൊരു കൈത്താങ്ങായിക്കൊണ്ട് തന്നെ ഇനിയും കൂടുതൽ ആയിട്ടുള്ള റിവൈവൽ പാക്കേജുകളും സർവൈവൽ പാക്കേജുകളും വരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് പണവായ്പാ നയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 4%, റിവേഴ്സ് റിപ്പോ നിരക്ക് 3.35%-മായി നിലനിർത്താനാണ് തീരുമാനം. നടപടി വായ്പ എടുത്തവർക്ക് ആശ്വാസമായപ്പോൾ നിക്ഷേപകർക്ക് തിരിച്ചടിയായി. ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ സഹായിക്കാനുള്ള 16,000 കോടി രൂപയുടെ സിഡ്ബി പദ്ധതി തുടരും. 50 കോടി രൂപ വരെ വായ്പ എടുത്തവർക്ക് പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കും. നേരത്തെ 25 കോടി രൂപയായിരുന്നു വായ്പാ പരിധി. കാർഷിക മേഖലയുടെ പുനരുദ്ധരിക്കൽ ആഭ്യന്തര സമ്പദ്വ്യവസ്ഥയെ സഹായിക്കുമെന്ന് ഗവർണർ ശക്തികാന്ത ദാസ്. ന്യൂനപക്ഷ ക്ഷേമ പദ്ധതി അനുപാതം നിശ്ചയിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനം. സമിതിയുടെ റിപ്പോർട്ട് കിട്ടിയാലുടൻ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തെ അറിയിച്ചു. എല്ലാ അർത്ഥത്തിലും അഭിപ്രായ സമന്വയം ഉണ്ടാകണമെന്നാണ് സർക്കാർ നിലപാടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നവർക്ക് കുറവ് വരാത്ത തരത്തിൽ മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് കൂടി ആനുപാതികമായി പദ്ധതി നടപ്പിലാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിലവിൽ ഈ ആനുകൂല്യം കിട്ടുന്ന ആളുകൾക്ക് ആർക്കും ഒരു കുറവ് വരുത്തില്ല. അതോടൊപ്പം തന്നെ ഈ ആനുകൂല്യം ആഗ്രഹിക്കുന്ന അർഹതപ്പെട്ട എല്ലാ ന്യൂനപക്ഷ സമുദായങ്ങൾക്കും ആനുപാതികമായി അത് ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനം വേണം. ഈ രണ്ട് കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു പുതിയ പദ്ധതി ആവിഷ്കരിക്കേണ്ടത്. ആ പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ അതിന് നിയമപരമായ യാതൊരു തടസ്സവും ഉണ്ടാകരുത്. BJP, കേരള കോൺഗ്രസ് എം ജോസഫ് വിഭാഗങ്ങൾ വിധി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടു. സ്കോളർഷിപ്പ് പുനഃസ്ഥാപിക്കാൻ വേഗത്തിൽ നടപടി വേണമെന്ന് INL വ്യക്തമാക്കി. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമുള്ള പദ്ധതികൾ 100% മുസ്ലിം വിഭാഗത്തിന് അവകാശപ്പെട്ടതാണെന്നും അതേസമയം മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായി ആനുകൂല്യങ്ങൾ നൽകണമെന്നും മുസ്ലിം ലീഗ് നിലപാടറിയിച്ചു. സംസ്ഥാനത്തെ മുന്നോക്ക സമുദായ പട്ടിക സർക്കാർ പ്രസിദ്ധീകരിച്ചു. സംവരണ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത സമുദായങ്ങളുടെ പട്ടിക നേരത്തെ മുന്നോക്ക സമുദായ കമ്മീഷൻ തയ്യാറാക്കിയിരുന്നു. സർക്കാർ പക്ഷേ പട്ടിക അംഗീകരിച്ചിരുന്നില്ല. മുന്നോക്ക സംവരണം നടപ്പിലാക്കാൻ സമുദായ പട്ടിക ആവശ്യമായിരുന്നു. 1 മാസത്തിനകം പട്ടിക പ്രസിദ്ധീകരിക്കണമെന്ന് നേരത്തെ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. സമയപരിധി കഴിഞ്ഞതോടെ ചീഫ് സെക്രട്ടറിക്കെതിരെ കോടതിയലക്ഷ്യ നടപടിക്ക് NSS ഹൈക്കോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് പട്ടിക പ്രസിദ്ധീകരിച്ചത്. കണ്ണൂർ കോട്ടയിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ പദ്ധതി ക്രമക്കേടിൽ വിജിലൻസ് സംഘം BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടിയുടെ മൊഴിയെടുത്തു. കണ്ണൂരിലെ വീട്ടിലായിരുന്നു മൊഴിയെടുപ്പ്. 4 കോടിയോളം അടങ്കൽ തുകയുള്ള പദ്ധതിയിൽ പൂർണ്ണമായും അഴിമതിയാണെന്നായിരുന്നു വിജിലൻസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാഥമിക പരിശോധനയാണ് നടത്തിയതെന്ന് വിജിലൻസ് DYSP.
ആ ലൈറ്റ് ആൻഡ് ഷോയിൽ ചില ക്രമക്കേടുകൾ നടന്നതായി വിവരം കിട്ടിയ അടിസ്ഥാനത്തിൽ ഒരു പ്രാഥമിക അന്വേഷണമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. ഇത് റെയ്ഡ് അല്ല, അവിടെ ക്രമക്കേടുകൾ നടന്നു എന്നുള്ളതാണ് അലിഗേഷൻ. അതിൽ അന്വേഷണം നടക്കുകയാണ്. അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ ഇപ്പം എന്തായാലും വെളിപ്പെടുത്താൻ വേണ്ടി പറ്റില്ല. ഇദ്ദേഹം ആ സമയത്ത് MLA ആയിരുന്നു. ഇദ്ദേഹം പ്രപ്പോസ് ചെയ്ത ഒരു പദ്ധതിയായിരുന്നു അത്. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കാൻ വേണ്ടി വന്നതല്ലാതെ റെയ്ഡോ മറ്റു കാര്യങ്ങളോ ഇതിലില്ല. കണ്ണൂർ കോട്ടയെ ടൂറിസം രംഗത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാനാണ് താൻ പദ്ധതി ശുപാർശ ചെയ്തതെന്ന് AP അബ്ദുള്ളക്കുട്ടി. അന്നത്തെ ടൂറിസം മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന വലിയ തട്ടിപ്പായിരുന്നു പദ്ധതിക്ക് പിന്നിലെന്ന് താൻ ഇപ്പോഴാണ് അറിയുന്നതെന്നും AP അബ്ദുള്ളക്കുട്ടി പ്രതികരിച്ചു. ഇപ്പോഴാണ് വിജിലൻസിൻ്റെ ഉദ്യോഗസ്ഥർ വന്നപ്പോഴാണ് ഞാൻ തന്നെ അതിൻ്റെ സത്യാവസ്ഥ പലതും മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ അന്ന് മന്ത്രിയായിരുന്ന അനിൽകുമാറും അന്നത്തെ DTPCയും ഏൽപ്പിച്ച ഈ കരാർ സംഘം കേരളത്തിലെ ടൂറിസം രംഗത്ത് നടത്തിയ ഏറ്റവും വലിയ കൊള്ളയാണ്. ഇത് സംബന്ധിച്ച് കൃത്യമായൊരു അന്വേഷണം നടത്തണമെന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. സത്യത്തിൽ നിങ്ങൾക്കറിയാം, ഇത്തരം പ്രൊജക്റ്റുകളൊക്കെ പ്രപ്പോസൽ കൊടുക്കാൻ മാത്രമേ MLAക്ക് സാധിക്കൂ. അതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റുകളാണ്, അല്ലെങ്കിൽ മിനിസ്റ്റർ ലെവലിലാണ്. കണ്ണൂർ കോട്ട ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ അഴിമതി കേസിൽ അബ്ദുള്ളക്കുട്ടിയുടെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് AP അനിൽകുമാർ MLA. ആർക്കാണ് കരാർ നൽകിയതെന്ന് അന്നത്തെ ടൂറിസം മന്ത്രിയായിരുന്ന തനിക്കറിയില്ല. ജില്ലാടിസ്ഥാനത്തിലാണ് തീരുമാനിച്ചത്. കണ്ണൂർ DTPC ആണ് കരാർ നൽകിയത്. ആരോപണം രാഷ്ട്രീയ പ്രേരിതമെന്നും AP അനിൽകുമാർ. കരാർ കൊടുക്കുന്നതും ഇത് നടത്തുന്നതൊക്കെ ഗവൺമെൻറ് ഏജൻസികളാണ്. ആരാണോ ചുമതലപ്പെടുത്തേണ്ടത് തീരുമാനിക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരാണ്. DTPC ചുമതലപ്പെടുത്തി അവിടെ നടപ്പാക്കാൻ അവരാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. DTPCയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്. അപ്പോൾ അവരാണത് ചെയ്യുന്നത്. കരാറൊക്കെ ഒരു കരാറും മന്ത്രിമാരറിഞ്ഞ കരാർ നടത്താറില്ല. അപ്പോൾ അതിനകത്ത് ഉദ്യോഗസ്ഥ തലത്തിലാണ് ഇതൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അത് പരിശോധിച്ച് പറയേണ്ടത് വിജിലൻസാണ്. കൊടകര കുഴൽപ്പണക്കേസിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ സെക്രട്ടറിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. സുരേന്ദ്രന്റെ സെക്രട്ടറി ദീപിനോട് നാളെ തൃശൂർ പോലീസ് ക്ലബ്ബിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയത്. കുഴൽപ്പണവുമായി തൃശൂരിലെത്തിയ ധർമ്മരാജനുമായി ദിപിൻ നിരവധി തവണ ഫോണിൽ സംസാരിച്ചെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. നാളെ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഹാജരാകുന്ന കാര്യത്തിൽ ഉറപ്പു നൽകിയിട്ടില്ല. അതിനിടെ ധർമ്മരാജന്റെ സഹോദരൻ ധനരാജിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് വിട്ടയച്ചു. കുഴൽപ്പണ കേസിൽ പോലീസിനോട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദാംശങ്ങൾ തേടി ഹൈക്കോടതിയിൽ മറുപടി സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി നേരത്തെ EDയോട് നിലപാട് അറിയിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. കൊടകര സംഭവത്തിൽ BJPയെ അപകീർത്തിപ്പെടുത്തി വാർത്ത നൽകിയെന്നാരോപിച്ച് ഒരു പ്രധാന പത്രമാധ്യമത്തിനും ഓൺലൈനുമെതിരെ നിയമ നടപടിയുമായി BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. മെയ് 30 BJPക്കെതിരെ പ്രസിദ്ധീകരിച്ച വാർത്ത പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് മാധ്യമ സ്ഥാപനത്തിന് വക്കീൽ നോട്ടീസ് അയച്ചു. കൊടകര സംഭവവുമായി ബന്ധപ്പെട്ട നിരവധി കള്ളവാർത്തകളാണ് ഉത്തരവാദപ്പെട്ട പല ദൃശ്യ മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നതെന്നും അത്തരത്തിൽ BJPയെ അപകീർത്തിപ്പെടുത്തിയ ഒരു വാർത്തയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയാണെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നു. സംസ്ഥാനത്ത് 16,229 പേർക്ക് കൂടി കോവിഡ്, 135 മരണം കൂടി സ്ഥിരീകരിച്ചു. 14.82% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 25,860 പേർ രോഗമുക്തി നേടി. 1,09,520 സാമ്പിളുകളാണ് പരിശോധിച്ചത്. മലപ്പുറത്തും തിരുവനന്തപുരത്തും 2,000 മുകളിലും, പാലക്കാട്, കൊല്ലം, എറണാകുളം, തൃശൂർ, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ 1,000 മുകളിലും പുതിയ രോഗികളുണ്ട്. 40 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ള എല്ലാവർക്കും മുൻഗണനാക്രമമില്ലാതെ വാക്സിൻ നൽകാൻ തീരുമാനിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. രാജ്യത്ത് കോവിഡ് നിയന്ത്രണ വിധേയമാകുന്നുവെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. രോഗമുക്തി നിരക്കിൽ സ്ഥിരതയാർന്ന വർധനവ് പ്രകടമായി. മെയ് 7 കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രതിദിന രോഗികളുടെ എണ്ണം 68% കുറഞ്ഞു. രാജ്യത്തെ 377 ജില്ലകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5% താഴെയായി. മൂന്നാം തരംഗ സാധ്യത മുന്നിൽ കണ്ട് തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം. वह अब घटकर 257 डिस्ट्रिक्ट ऐसे रह गए हैं, यानी कि 281 जिले ऐसे हैं जहां पर कि केसेस में एक विजिबल डिक्रीज नोट किया गया है. जहां 3 मई वाले दिन में अगर देश में टोटल रिकवर्ड केसेस वर अराउंड 81.8%, तो अब हम देखते हैं 4 जून तक वह बढ़ते 93.1% हो गया है. കോവിഡ് രണ്ടാം തരംഗത്തിന് കാരണം ഡെൽറ്റ വകഭേദമാണെന്ന് നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ അറിയിച്ചു.
സ്പുട്നിക് വി വാക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ ഡൽഹിയിലെ പനസി ബയോടെക്കിന് 14 കോടി രൂപ കൈമാറാൻ കേന്ദ്ര സർക്കാരിന് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശം നൽകി. അതിനിടെ 12 മുതൽ 15 വയസ്സ് വരെ പ്രായമായ കുട്ടികൾക്ക് ഫൈസർ വാക്സിൻ ഉപയോഗിക്കാൻ UK-യിൽ അനുമതി നൽകി. കാനഡ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ഇതിനകം കുട്ടികളിൽ വാക്സിൻ ഉപയോഗം തുടങ്ങിയിട്ടുണ്ട്. CBSE 12ാം ക്ലാസ് മൂല്യനിർണ്ണയ മാർഗരേഖ തയ്യാറാക്കുന്നതിനായി 13-അംഗ സമിതി രൂപീകരിച്ചു. 10 ദിവസത്തിനുള്ളിൽ സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. കേന്ദ്ര ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷനാണ് സമിതിയെ രൂപീകരിച്ചത്. മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട എല്ലാ ആശങ്കകളും വിലയിരുത്തി അന്തിമമായ റിപ്പോർട്ട് തയ്യാറാക്കുമെന്ന് പരീക്ഷാ കൺട്രോളർ സന്യം ഭരദ്വാജ് അറിയിച്ചു. വിദ്യാർത്ഥികളുടെ എല്ലാ ആശങ്കകളും പരിഗണിച്ച് മൂല്യനിർണ്ണയം നടത്തുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയിരുന്നു. തുടർന്നാണ് ഇന്ന് സമിതി രൂപീകരിച്ചത്. വായ്പാ തട്ടിപ്പ് കേസിലെ പ്രതി മെഹുൽ ചോക്സിയെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ഡൊമിനിക്കയിലേക്ക് അയച്ച സംഘം മടങ്ങി. ചോക്സിയെ ഉടൻ ഇന്ത്യക്ക് കൈമാറാൻ സാധ്യതയില്ലാത്തതിനാലാണ് സംഘം മടങ്ങിയത്. ഡൊമിനിക്കയിലെ 2 കോടതികളിൽ ചോക്സിയെ നാടുകടത്തുന്നതുമായി ബന്ധപ്പെട്ട കേസുകൾ പുരോഗമിക്കുകയാണ്. 2 കേസുകളിലും വിധി വരും വരെ ചോക്സിയെ ഇന്ത്യക്ക് വിട്ടുകിട്ടില്ല. അതേസമയം ബാർബറ എന്ന യുവതിയാണ് മെഹുൽ ചോക്സിയെ കുരുക്കിയതെന്ന് ഭാര്യ പ്രീതി ചോക്സി പറഞ്ഞു. പഞ്ചാബികളെന്ന് സ്വയം പരിചയപ്പെടുത്തിയ 2 പേർ ചോക്സിക്കൊപ്പം ഡൊമിനിക്കയിലേക്കുള്ള ബോട്ടിലുണ്ടായിരുന്നുവെന്നും പ്രീതി ചോക്സി വെളിപ്പെടുത്തി. സിനിമാ ചിത്രീകരണത്തിനായി ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വ്യാജ കോവിഡ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി നിർമ്മാതാവിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത യുവാവ് അറസ്റ്റിൽ. ആലത്തൂർ സ്വദേശി പ്രതീഷിനെയാണ് മലമ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജൂനിയർ താരങ്ങൾക്ക് കോവിഡ് ടെസ്റ്റ് നടത്താൻ പ്രതീഷ് നിർമ്മാതാവിൽ നിന്നും 10 ലക്ഷത്തോളം രൂപ വാങ്ങി. ആലത്തൂരിലെയും തൃശൂരിലെയും ലാബിൽ പരിശോധന നടത്തിയെന്നാണ് പ്രതീഷ് പറഞ്ഞത്. എന്നാൽ സർട്ടിഫിക്കറ്റിൽ സംശയം തോന്നി പ്രൊഡക്ഷൻ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്ന് കണ്ടെത്തി. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പ്രതീഷ് കോവിഡ് ടെസ്റ്റ് നെഗറ്റീവാക്കി അവിടുത്തെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ എല്ലാം കോവിഡ് ടെസ്റ്റ് നടത്തിയെന്ന് പറഞ്ഞ് വ്യാജ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഇവർക്ക് കൊടുത്തിട്ട് കൂടുതൽ ക്യാഷ് ഒരു 16 ലക്ഷം രൂപയോളം ഇവൻ വ്യാജ സർട്ടിഫിക്കറ്റ് തട്ടിപ്പ് നടത്തി. എന്നിട്ട് കൂടുതൽ ക്യാഷ് വീണ്ടും ആവശ്യപ്പെടുകയും ചെയ്തു. പോലീസ് നടത്തിയ പരിശോധനയിൽ പ്രതീഷിന്റെ വീട്ടിൽ നിന്നും സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച കമ്പ്യൂട്ടറും വ്യാജ സർട്ടിഫിക്കറ്റുകളും പിടിച്ചെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ 2019 മാധ്യമ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച അഭിമുഖത്തിന് 24 മുൻ അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ TM ഹർഷിന് ജൂറിയുടെ പ്രത്യേക പരാമർശം ലഭിച്ചു. 24ലെ അസോസിയേറ്റ് ന്യൂസ് എഡിറ്റർ സുജയ പാർവതിയാണ് മികച്ച ന്യൂസ് റീഡർ. അച്ചടി മാധ്യമ വിഭാഗത്തിലെ ജനറൽ റിപ്പോർട്ടിംഗിൽ മാതൃഭൂമി സബ് എഡിറ്റർ അനു എബ്രഹാമിനാണ് അവാർഡ്. വികസനോന്മുഖ റിപ്പോർട്ടിംഗിനുള്ള അവാർഡ് മലയാള മനോരമ ചീഫ് റിപ്പോർട്ടർ SV രാജേഷിനാണ്. ജനയുഗം ഫോട്ടോഗ്രാഫർ VN കൃഷ്ണപ്രകാശിന് ന്യൂസ് ഫോട്ടോഗ്രാഫി അവാർഡ് ലഭിച്ചു. മികച്ച കാർട്ടൂണിനുള്ള അവാർഡിന് കേരള കൗമുദി കാർട്ടൂണിസ്റ്റ് TK സുജിത്ത് അർഹനായി. TV ന്യൂസ് റിപ്പോർട്ടിംഗിനുള്ള അവാർഡ് മനോരമ ന്യൂസ് സീനിയർ കറസ്പോണ്ടന്റ് ബിജി തോമസിനാണ്. പുതുതായി ഏർപ്പെടുത്തിയ സാമൂഹ്യ ശാക്തീകരണ റിപ്പോർട്ടിനുള്ള അവാർഡിന് കൈരളി TV സീനിയർ ന്യൂസ് എഡിറ്റർ K രാജേന്ദ്രനും അർഹനായി. ജൂൺ 11 വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. പാലക്കാട് ഒഴികെയുള്ള 13 ജില്ലകളിൽ ചൊവ്വാഴ്ച മുതൽ വിവിധ ജില്ലകൾക്ക് മഴ മുന്നറിയിപ്പ് നൽകി. കേരള തീരത്ത് മണിക്കൂറിൽ പരമാവധി 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യത. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ്. കടലേറ്റ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരള സർവകലാശാലയിലെ അധ്യാപക നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. 58 അധ്യാപക നിയമനങ്ങൾ റദ്ദാക്കിയ നടപടിയാണ് 3 മാസത്തേക്ക് സ്റ്റേ ചെയ്തത്. സർക്കാരും കേരള സർവകലാശാലയും നൽകിയ അപ്പീലിലാണ് നടപടി. അപ്പീലിൽ 3 മാസത്തിന് ശേഷം അന്തിമ വാദം കേൾക്കും. ഇക്കഴിഞ്ഞ മെയ് 7-നാണ് നിയമനങ്ങൾ റദ്ദാക്കി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത്. LDC LGS തസ്തികയിലേക്ക് PSC നടത്തുന്ന മുഖ്യപരീക്ഷയുടെ സിലബസ് ചോർന്നതായി പരാതി. PSC വെബ്സൈറ്റിൽ ഔദ്യോഗികമായി വരുന്നതിന് മുൻപേ സിലബസ് പുറത്തായെന്നാണ് ആക്ഷേപം. സിലബസ് ചോർത്തി നൽകാമെങ്കിൽ ചോദ്യപേപ്പറുകളുടെ സുരക്ഷിതത്വം എങ്ങനെ ഉറപ്പാക്കുമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ചോദ്യം. ഈ വീഡിയോ എടുക്കുന്ന ജൂൺ 4 ഏകദേശം രാവിലെ 10:45 കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ എനിക്ക് കുറച്ച് ആളുകൾ PDF അയച്ചിട്ടുണ്ടായി. PDF വേറൊന്നുമില്ല, LDC മെയിൻസിൻ്റെ സിലബസ് ആണ് ഈ PDF ആയിട്ടുള്ളത്. LDCയുടെ സിലബസ് വന്നു എന്ന് വിചാരിച്ചു. ഞാൻ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോക്കി PSCയുടെ അതിൽ കാണാനില്ല. ഫേസ്ബുക്ക് പേജിൽ നോക്കി അതിലും കാണാനില്ല. പതിവിൽ നിന്നും വ്യത്യസ്തമായി കറന്റ് അഫയേഴ്സിനും പൊതുവിജ്ഞാനത്തിനും ഊന്നൽ നൽകിയാണ് LDCയുടെ സിലബസ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇംഗ്ലീഷിനും കണക്കിനും നൽകിയിരുന്ന പ്രാധാന്യം കുറച്ചു.
10 മാർക്ക് വീതമാണ് ഇവയ്ക്ക് നൽകിയിട്ടുള്ളത്. ഇന്ത്യയിൽ കുടുങ്ങിക്കിടക്കുന്ന വിദേശ പൗരന്മാരുടെ വിസ കാലാവധി നീട്ടി നൽകി. ഓഗസ്റ്റ് 31 വരെയാണ് നീട്ടി നൽകിയത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സൗജന്യമായാണ് കാലാവധി നീട്ടി നൽകിയത്. ഇതിനായി പ്രത്യേക അപേക്ഷ സമർപ്പിക്കേണ്ടതില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഫേസ്ബുക്കിൽ നിന്നും വിലക്കി. 2023 ജനുവരി 7 വരെ 2 വർഷത്തേക്കാണ് വിലക്ക്. 2 വർഷത്തിന് ശേഷം ട്രംപ് തുടരണോ എന്ന് ഫേസ്ബുക്ക് ബോർഡ് അവലോകനം ചെയ്ത് തീരുമാനിക്കുമെന്നും ഫേസ്ബുക്ക് അറിയിച്ചു. US ക്യാപിറ്റോൾ കലാപവുമായി ബന്ധപ്പെട്ട പോസ്റ്റിന് പിന്നാലെയാണ് ട്രംപിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഫേസ്ബുക്ക് സസ്പെൻഡ് ചെയ്തത്. പേരിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ KSRTCയുടെ അവകാശവാദം തള്ളി കർണാടക. KSRTC എന്ന പേര് കേരളത്തിൽ നിന്ന് അന്തിമ വിധി വന്നിട്ടില്ലെന്നാണ് കർണാടകത്തിന്റെ നിലപാട്. നിയമ നടപടികൾ തുടരുകയാണെന്നും കർണാടക അവകാശപ്പെട്ടു. 7 വർഷം നീണ്ട നിയമ പോരാട്ടത്തിന് ശേഷം KSRTC എന്ന പേരും ലോഗോയും ആനവണ്ടി എന്ന പ്രയോഗവും കേരളത്തിന് അംഗീകരിച്ചു കിട്ടിയെന്ന് കഴിഞ്ഞ ദിവസമാണ് കോർപ്പറേഷൻ അറിയിച്ചത്. അതേസമയം KSRTC വെബ്സൈറ്റ് ഡൊമൈനിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനാകില്ലെന്നും മറ്റു വിഷയങ്ങളിൽ നയപരമായ തീരുമാനമെടുക്കുമെന്നും CMD ബിജു പ്രഭാകർ വ്യക്തമാക്കി. രാജ്യത്ത് 5G വയർലെസ് നെറ്റ്വർക്ക് നടപ്പാക്കുന്നതിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ നടി ജൂഹി ചാവളയ്ക്ക് ഡൽഹി ഹൈക്കോടതി 20 ലക്ഷം രൂപ പിഴയിട്ടു. അനാവശ്യ ഹർജിയെന്ന് വിലയിരുത്തി ഹർജി കോടതി തള്ളി. മാധ്യമ ശ്രദ്ധ നേടാൻ വേണ്ടി നൽകിയതാണെന്നും വ്യക്തമായ കാരണങ്ങളില്ലാത്ത ആരോപണങ്ങളാണ് ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നതെന്നും ജസ്റ്റിസ് BR മെഹ്ത നിരീക്ഷിച്ചു. ഓൺലൈനായി കേസ് പരിഗണിച്ചതിന്റെ ലിങ്ക് സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ജൂഹി ചാവള പങ്കുവച്ച് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതിയുടെ വിമർശനം. തിരൂരങ്ങാടി മണ്ഡലത്തിൽ മതിയായ ഓക്സിജൻ ബെഡുകളോ വെന്റിലേറ്റർ സൗകര്യമോ ഇല്ലെന്ന ഹർജിയിൽ ഇടപെട്ട ഹൈക്കോടതി. പ്രശ്നം ഏറെ ഗൌരവമുള്ളതാണെന്ന് കോടതി നിരീക്ഷിച്ചു. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വെന്റിലേറ്റർ ഇല്ലെന്ന ഹർജിക്കാരൻ കോടതിയെ ബോധിപ്പിച്ചു. പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. സൗകര്യങ്ങൾ ഒരുക്കാൻ ഉടൻ തന്നെ ശ്രമിക്കുമെന്ന് AG വ്യക്തമാക്കി. ഹർജികൾ കോടതി ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. അഴുക്കുചാൽ വൃത്തിയാക്കുന്നതിനിടെ കർണാടകയിലെ രാമനഗരിയിൽ 3 പേർ മരിച്ചു. മരിച്ച 3 പേരും ശുചീകരണ തൊഴിലാളികളാണ്. അഴുക്കുചാലിൽ ആദ്യം ഇറങ്ങിയ ആൾ ശ്വാസം മുട്ടി കുഴഞ്ഞു വീണത് കണ്ട് രക്ഷിക്കാനിറങ്ങിയ 2 പേർ കൂടി അപകടത്തിൽപ്പെടുകയായിരുന്നു. തൊഴിലാളികളെ ബംഗളൂരുവിൽ നിന്നും രാമനഗരിയിൽ എത്തിച്ച കരാറുകാരനായി തെരച്ചിൽ ആരംഭിച്ചതായി പോലീസ്. ഫോർട്ട് കൊച്ചിയിൽ മയക്കുമരുന്നുമായി 2 യുവാക്കൾ പിടിയിൽ. കോതമംഗലം സ്വദേശി നിസാം, ഫേസിൻ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് നിരോധിത മയക്കുമരുന്നായ MDMA കണ്ടെടുത്തു. ബംഗളൂരുവിൽ നിന്നാണ് ഇവർ മയക്കുമരുന്ന് എത്തിച്ചിരുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി www.24news.com സന്ദർശിക്കുക. ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.